എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, എനിക്ക് പല കാര്യങ്ങളും സന്തോഷം തരുന്നുണ്ട്, എങ്കിലും ഏറ്റവും ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് പറയുന്നത് സിനിമയെ കുറിച്ചായിരിക്കും. എനിക്ക് സിനിമ കാണാൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് ഏത് പൊട്ടപ്പടം വേണേലും എത്ര മണിക്കൂർ വേണേലും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മുഷിച്ചിലും തോന്നാറില്ല. ഒരു സിനിമ കണ്ട്, തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്ന ഒരു മടി എനിക്ക് അതിനകത്തില്ല. പക്ഷെ അത് മോശമാണെങ്കിൽ പലപ്പോഴും നമ്മളത് ആരോടും പറയാതെ എങ്ങനെയുണ്ട് സിനിമ, കുഴപ്പമില്ല, പോയി കണ്ടു നോക്ക്, ഓരോരുത്തരുടെ രീതികളല്ലേ, അത് കണ്ടു നോക്കുകയെന്ന് ഞാൻ സാധാരണ പറയാറുള്ളൂ. ഒരു പടത്തിനും നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഇടാറുമില്ല. ഞാനൊരു വീഡിയോ ചെയ്തത്, ഇപ്പോൾ ഒരു ഫിലിമിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടി വന്ന 100-150 പേരെ എൻ്റെ വീഡിയോ ഒക്കെ കാണാറുള്ളൂ. വലിയ വലിയ ആൾക്കാരൊന്നും എൻ്റെ വീഡിയോസ് കാണാറില്ല. എങ്കിൽ പോലും ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ, ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി എടുക്കുന്ന ഒരു സാധനത്തിന് എനിക്ക് എൻ്റെ ഒരു ഒറ്റ വാക്കിലൂടെ അത് നെഗറ്റീവ് പറഞ്ഞാൽ അതെന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാത്തത്. പക്ഷേ ഇന്ന് ഞാനൊരു ഫിലിമിനെ പറ്റിയിട്ട് ഞാനൊരു റിവ്യൂ ചെയ്യുകയാണ്. അത് റിവ്യൂ ചെയ്യാൻ എനിക്കുള്ള റൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെടുന്ന കാശ് കൊണ്ടിട്ടാണ് ഞാനൊരു സിനിമ കാണാൻ പോകുന്നത്. അല്ലാതെ എന്താ പറയുന്നത്, എനിക്ക് ഒരു സിനിമാ നടന്മാരോ അല്ലെങ്കിൽ ഡയറക്ടർമാരോ നിങ്ങൾ ഇത് പോയി കാണുമെന്ന് പറഞ്ഞൊരു ഫ്രീ ടിക്കറ്റ് നന്നല്ല ഞാൻ പോകുന്നത്. കഷ്ടപ്പെട്ട കാശ് കൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. പലപ്പോഴും അത് പല സിനിമകളും നിരാശകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു സിനിമയെ പറ്റിയിട്ട് ഞാൻ പറയാം. ഇന്നലെ വൈകിട്ട് മിറാഷ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. മിറാഷ്, ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മിറാഷ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ സിനിമ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്കൊരാഗ്രഹമുണ്ട്. അദ്ദേഹം ഒരു പുതുമുഖ സംവിധായകനൊന്നുമല്ല, അദ്ദേഹം പഴയ ആൾ തന്നെയാണ്. ഒരുപാട് ഹിറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചോദിക്കുക, ഒരുപാട് ഹിറ്റുകൾ ചെയ്തിട്ട് ഒരെണ്ണം മോശമായപ്പോൾ നിങ്ങൾ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന്, അതൊന്നുമല്ല. നമ്മൾ ചില സിനിമ എന്ന് പറയുന്ന ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെന്ന് പറ്റുന്ന മേഖലകളൊന്നുമല്ല. അപ്പോൾ അത് അത്രയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ സിനിമ ആ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് എനിക്ക് ആദ്യം തോന്നിയത് സീരിയലാണെന്നോ തോന്നിയത്. അത് സീരിയൽ പോലാണ് തോന്നിയത്. സീരിയൽ പോലും സീരിയലിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയാറില്ല. കാരണം സീരിയൽ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസിനുള്ളിൽ നിന്ന് അവരങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി എത്ര ലക്ഷക്കണക്കിന് എന്താ പറയുന്നത് വീട്ടമ്മമാരെയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയത്തില്ല. ആ സിനിമ കണ്ടിട്ട് ഒരു സിനിമയിൽ 50 ട്വിസ്റ്റ്, അങ്ങ് ട്വിസ്റ്റ്. അത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത് മ്യൂസിക് പോലെ ആക്കാം. അത് പിന്നെ ആസിഫ് അലി എന്ന് പറഞ്ഞൊരു നടൻ ആ സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഉളുപ്പും തോന്നിയില്ലയോ അത് ചെയ്യാൻ. എനിക്കത് മനസ്സിലാകുന്നില്ല. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു നടൻ ആസിഫ് അലി. സത്യമായിട്ടും ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ എനിക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒന്ന് ഫഹദ് ഫാസിലും ഒന്ന് ആസിഫ് അലി എന്ന് ഞാൻ പറയും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ നടനെ. ആ നടന് ഒരു ഉളുപ്പും തോന്നിയില്ലേ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ. ഞാൻ ആ വാക്ക് തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്നത്. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഞങ്ങളെ ഊളകളായിട്ടാണ് വിചാരിച്ചത്. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കാണും, എന്ത് ചെയ്താലും ഞങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കാണും എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, ഞങ്ങൾ ഒരു ദിവസത്തെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ കൊണ്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നത്. തിയേറ്ററിൽ പോയി കാണുന്നത് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോയി കാണുന്നത്. പക്ഷേ വളരെ നിരാശപ്പെടുത്തി. അതായത് ഒരു നായിക വന്നിട്ട് അങ്ങ് കള്ളം പറയുക എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെയൊക്കെ കള്ളി എന്ന് പറയുന്നത്. അല്ലാതെ വലിയ പീഡനങ്ങൾ അനുഭവിച്ച് മറച്ചു വെച്ച് പല കാര്യങ്ങൾ, അതിന് ഞങ്ങൾ കള്ളി എന്നാണ് പറയുന്നത്. ഒരു കള്ളം നിനക്ക് പറഞ്ഞിട്ട് ശരി, എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഞാനൊരു കാര്യം ചെയ്തു, വീണ്ടും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ അടുത്ത കാര്യം ചെയ്തു. അതായത് ചുരുക്കി വന്ന ഉള്ളി പൊളിച്ച് വന്ന് ഒന്നുമില്ലാത്ത പോലെ ആയിപ്പോയി. എന്നിട്ട് ആസിഫ് അലി എന്ന് പറഞ്ഞൊരു നടനെ വെറും കിഴങ്ങനായിട്ട് അതിനകത്ത് വെറും പൊട്ടനായിട്ട് കണ്ടു. ആ പൊട്ടനായിട്ട് കണ്ടതും പോരാഞ്ഞിട്ട് എനിക്കൊന്ന് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ഒരുപക്ഷെ ജിത്തു ജോസഫിന് തോന്നിയത്, എടാ ഒരു നായകനെ വിളിച്ച് വെറും പൊട്ടനാക്കിയല്ലോ, അപ്പോൾ അതുകൊണ്ട് അവനൊരു ടെസ്റ്റ് കൊടുക്കാം. എന്തുവാടേ ഇതൊരു സിനിമയല്ലേ ഇത്? ഇത് അതുപോലെ വേറൊരു രംഗങ്ങളൊക്കെ ഉണ്ട്. രംഗങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല, പറയാനും കൊള്ളത്തില്ലത്. അന്ന് വെച്ചാൽ എന്താ പറയുന്നത്, അങ്ങ് എല്ലാവരുടെ കയ്യിലും അങ്ങ് AK-47 എനിക്ക് AK-47 ആണെന്ന് ചെറിയ തോക്കുന്നത്, എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ അങ്ങ് AK-47 എന്ന് തന്നെ അങ്ങ് പറയുക. എല്ലാവരുടെ കയ്യിലും അങ്ങ് തോക്ക പടപടാന്ന്. എടാ നീ വെടി വെക്കുമെന്ന് നിന്റെ നെഞ്ചത്ത് വെക്കണോടാ വെടി.
അല്ലാതെ നീ പൊറോട്ടയ്ക്കകത്തിലല്ലേ വെടിവെക്കേണ്ടത്, മസാല ദോശയ്ക്കകത്തിലല്ലേ വെടിവെക്കേണ്ടത്. പൊറോട്ടയ്ക്കകത്തിലും മസാല ദോശയ്ക്കകത്തിലും ഗ്ലാസ്സിലും വെടിവെക്കുന്ന ഏത് വില്ലന്മാരാടാ ഉള്ളത്? എനിക്കങ്ങ് കലി വരുന്നത്. എനിക്ക് ഒന്നും തോന്നരുത്, എനിക്ക് അത്രയ്ക്ക് അമർഷമുണ്ട് എൻ്റെ ഉള്ളിൽ. ഇത് പൊറോട്ടയൊക്കെ 4 പീസായിട്ട് പോവോ വെടിവെച്ചിട്ട്. അപ്പുറത്ത് നിൽക്കുക, വെടിവെക്കേണ്ട ആളവിടെ നിൽക്കുക, അവൻ്റെ ഒരു വെടി പോലും കൊള്ളുന്നില്ല. എന്തൊരു സിനിമയാണ് ഇതൊക്കെ കണ്ടിരുന്ന് എനിക്കൊക്കെ അവാർഡ് തരണം. ഇത് ചെയ്ത അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കണം. ഇത് പറയുന്നതിനകത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും എന്നോടൊരു ഇത് തോന്നരുത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ട് രസിച്ചവരാണ് ഞങ്ങളൊക്കെ. ഇനി വരുന്ന ദൃശ്യം 3-ക്കൊക്കെ അത്ര ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ തെറ്റ് കണ്ട തെറ്റാണെന്ന് പറയണമല്ലോ. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നവരും സംവിധായകരും അല്ലെങ്കിൽ അങ്ങനെ സിനിമയുടെ പ്രവർത്തകർ വിമർശനങ്ങൾക്ക് അതീതരൊന്നും അല്ലല്ലോ. നിങ്ങളും വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങണം. അല്ലാതെ സാധാരണ ജനങ്ങൾ, പൊളിറ്റീഷ്യൻസ് മാത്രമല്ലല്ലോ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടവർ, നിങ്ങളും വാങ്ങണം. അപ്പം അതുകൊണ്ട് അങ്ങനൊരു സിനിമ കണ്ടിട്ട് എനിക്കറിയത്തില്ല, ഞാൻ ചിരിക്കുക. അപ്പുറത്ത് നിന്ന് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ നോക്കിയപ്പോൾ കൂർക്ക വലിച്ചു കിടന്ന് ഉറങ്ങുന്ന ഒരു സിനിമ കണ്ടിട്ട് ഉറങ്ങുമോ? ഞാനിങ്ങനെ തട്ടിയിട്ട് ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കും, അവനെ എന്തിനാ വെടിവെച്ച്? ഞാൻ പറഞ്ഞു, നിങ്ങളിത് കാണുമല്ലോ, ഇത് ആര് കാണും ഈ സിനിമ? വന്ന് പെട്ടുപോയി ഇതിനകത്തിൽ. ആര് കാണും ഈ സിനിമ? എനിക്കറിയില്ല. ഇന്നലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനൊരു റിവ്യൂ ചെയ്യും. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു റിവ്യൂ ആയത്, അത് ഞാൻ ചെയ്യും. കാരണം ഇത് പുതുമുഖങ്ങളൊന്നും അല്ലാത്തത് കൊണ്ടും അത്യാവശ്യം ഇതിൽ അഭിനയിച്ചവർക്കെല്ലാം സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ടും പിന്നെ ഈ സിനിമ ഇറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായതുകൊണ്ടും ഇനിയിപ്പോൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ യൂട്യൂബിന് അതിലെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും ജിത്തു ജോസഫ് ഇങ്ങനൊരു ചതിവ് ചെയ്യുമെന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഒരു വില്ലത്തിയെ കൊണ്ടുവന്നിട്ട് ആദ്യം തൊട്ടേ വില്ലത്തിയെന്ന് നമുക്ക് വരെ ബോധ്യമായി. കൂടെ ഇരുന്ന 2 കിഴങ്ങത്തേക്ക് മനസ്സിലായില്ലത് വില്ലത്തിയാന്നുള്ളത്. കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പോലും മനസ്സിലാകുന്നത് വില്ലത്തിയാന്നുള്ളത്. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു. തൂങ്ങി മരിക്കുന്ന ഒരുത്തൻ ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് ചാകുക. എടാ, തൂങ്ങി മരിക്കുന്നവൻ്റെ കഴുത്തിൽ കയറ് വീഴുമ്പോൾ അവൻ്റെ പ്രാണവേദന എടുക്കും. അതെങ്കിലും ഒന്ന് കാണിച്ചൂടെ? ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു സംവിധായകനല്ലേ, അതെങ്കിലും ഒന്ന് കാണിച്ചൂടെ? എനിക്ക് ഇത്രയും പറയണമെന്നുണ്ട്. ഇതല്ല, എനിക്കിതിനപ്പുറം പറയണമെന്നുണ്ട്. പക്ഷെ എന്നാൽ ഇനി ഞങ്ങളിങ്ങനെ ദ്രോഹിക്കരുത്. പറ്റുമെങ്കിൽ എൻ്റെ കാശ് തിരിച്ചു തരണം. എത്ര രൂപയെന്ന് എനിക്കറിയത്തില്ല. 2 പേരുടെ കയറി കണ്ടതിനും കണ്ട് 500 രൂപയായെന്ന് തോന്നുന്നു. ആ പൈസ എനിക്ക് തിരിച്ചു തന്നാൽ അത്രയും വലിയ സന്തോഷം. സിനിമയെ അതുപോലെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പറഞ്ഞത്. കാരണം നിങ്ങളിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല, സത്യമായിട്ടും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അതിൻ്റെ തിരക്കഥ സത്യത്തിൽ ഒരു സിനിമയുടെ ഗതി നിർണ്ണയിക്കുന്ന തിരക്കഥയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ ബുക്കുകളൊക്കെ ഇരുന്ന് എൻ്റെ ഹസ്ബൻഡ് വായിക്കുന്നതൊക്കെ കാണുമ്പം നമ്മളും എടുത്ത് വായിക്കാറുണ്ട്. അപ്പം ജോൺ പോളിൻ്റെയൊക്കെ തിരക്കഥകൾ വായിച്ച് ശീലിച്ചവരാണ് ഞങ്ങളൊക്കെ. അപ്പം അത് വെച്ച് അത്രയൊന്നും വേണ്ട എങ്കിൽ പോലും ഒരു തിരക്കഥ വായിക്കുമ്പോൾ അറിയില്ല ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതാ ഞാൻ ചോദിച്ചത്. ഇദ്ദേഹം വിചാരിച്ചത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു ലെവലിൽ എന്ത് ചെയ്താലും ഒരാൾ കാണുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനല്ല, ഞങ്ങൾ നല്ല സിനിമകളെ കാണാറുള്ളൂ. പക്ഷെ പോകുന്ന മുമ്പ് റിവ്യൂ നോക്കിയില്ല എന്നുള്ള സത്യം. നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളെ നമ്മൾ ചീത്ത വിളിക്കുന്നു. പക്ഷെ കുറേയൊക്കെ അവർ പറയുന്നതിനകത്ത് സത്യമുണ്ട്. അവർ പറയുന്നതിനകത്തിൽ സത്യത്തിൽ ഈ മിറാഷിൻ്റെ കഥ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇതിനകത്തിൽ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിനകത്തിൽ പോയപ്പം അതിനകത്തിൽ അനീഷ് എന്ന് പറഞ്ഞ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു അനീഷ് എന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥിയുണ്ട്. അദ്ദേഹം ഇതിനേക്കാൾ നല്ല കഥയാണ് പറഞ്ഞത്. അതെടുത്തിരുന്നെങ്കിൽ പോലും നമുക്ക് തിയേറ്ററിൽ പോയിരുന്നത് കാണാമായിരുന്നു. സത്യമായിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ പോലും നമുക്ക് പോയിരുന്നത് കാണാമായിരുന്നു. ആ കഥയായിരുന്നെങ്കിൽ പോലും അത്ര പോലും വന്നില്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ കഥ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പടമിറക്കിയിട്ട് നമ്മളെ പറ്റിക്കാമെന്നായിരുന്നു വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ആ പറ്റിപ്പിലൊക്കെ വീണുപോയി. പക്ഷെ ഇനിയെങ്കിലും ഞങ്ങളോട് അങ്ങനെ ഒരു ചതിവ് കാണിക്കുന്നു. പ്രത്യേകിച്ച് ആസിഫലിയോടുള്ള റിക്വസ്റ്റാണ്. അപർണ ബാലമുരളിയൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള നടിയാണ്. പക്ഷെ എങ്കിലും അവരൊക്കെ കുറേ കൂടി ശ്രദ്ധിക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നു സംവിധായകൻ്റെ പേര് കേട്ടിട്ട് അവർ ചാടി വീണതായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞതിനകത്തിൽ ഒരാളെ ഒരു അസഭ്യവാക്കുകൊണ്ട് പോലും ഞാൻ നോവിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കാശ് കൊടുത്ത് കണ്ട ഒരു സാധനത്തിനെ വിമർശിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ വിമർശിച്ചത്. അത് ഇനി ഇങ്ങനെ ഞങ്ങളോട് കാണിക്കരുത്. ഇതൊരു അപേക്ഷയാണ്.